സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിന്നുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൊഴിഞ്ഞുപോക്ക് സമീപകാലത്ത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100-ലധികം മുതിർന്ന ഗ്രൂപ്പ് എ ശാസ്ത്രജ്ഞരാണ് ISROയിൽ നിന്ന് രാജിവെക്കുകയോ സ്വയം വിരമിക്കൽ തിരഞ്ഞെടുക്കുകയോ ചെയ്തത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സ്വകാര്യ ബഹിരാകാശ മേഖലയിലേക്കാണ് ചുവടുമാറ്റുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ബഹിരാകാശ ദൗത്യങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമായതോടെ കേന്ദ്ര ബഹിരാകാശ വകുപ്പ് ശാസ്ത്രജ്ഞരുടെ രാജ്യാപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചരിത്രമെടുത്താൽ ഇതേ പ്രതിസന്ധിയിലൂടെ കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ആഗോള ബഹിരാകാശ ഏജൻസിയും കടന്നുപോയിട്ടുണ്ട്, അമേരിക്കയുടെ നാസ. ഈ പ്രതിസന്ധിയെ നാസ മറികടന്ന രീതി ISROയ്ക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്ന് 80 പേരും തിരുവനന്തപുരം VSSCയിൽ നിന്ന് 20 പേരും ഈ അടുത്ത് രാജിവെച്ചിരുന്നു. ഗഗൻയാൻ പോലുള്ള വലിയ ദൗത്യങ്ങൾക്കായി LVM-3 റോക്കറ്റ് പദ്ധതി, രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരിക്ഷ സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായ സ്പേഡെക്സ് ദൗത്യം തുടങ്ങിയവയുടെ പ്രൊജക്ട് ഡയറക്ടർമാരും ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ഭാഗമായ പ്രധാന ചുമതലയുള്ള ശാസ്ത്രജ്ഞരും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് തടയാനായി രാജിക്കും സ്വയം വിരമിക്കലിനും നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കുലർ ഇറക്കിയിരുന്നു ബഹിരാകാശ വകുപ്പ്. ഇന്ത്യൻ ബഹിരാകാശ നയങ്ങളിൽ വന്ന വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങൾക്ക് ശേഷം രാജ്യത്ത് സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വൻ കുതിച്ചുചാട്ടമാണ് പ്രകടമാകുന്നത്. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നികുൾ കോസ്മോസ്, പിക്സൽ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ സ്വന്തമായി റോക്കറ്റുകളും സാറ്റലൈറ്റുകളും രൂപകൽപ്പന ചെയ്ത് വിക്ഷേപിക്കുകയാണ്. ഈ സ്വകാര്യ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തലച്ചോറുകൾ പലതും ISROയിൽ നിന്ന് വർഷങ്ങളുടെ പരിചയ സമ്പത്തുമായി ഇറങ്ങിയവരുടേതാണ്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ തുടങ്ങിയ പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞർ കൊഴിഞ്ഞുപോയിട്ടുള്ളത്. സ്വകാര്യ കമ്പനികൾ ISRO നൽകുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ശമ്പളമാണ് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അടുത്തിടെ ISRO മേധാവി S. സോമനാഥ് വെളിപ്പെടുത്തിയത് IIT ബിരുദധാരികളിൽ 60% പേരും കുറഞ്ഞ ശമ്പള ഘടന കാരണം ISROയിലെ ജോലി വേണ്ടെന്ന് വെക്കുന്നു എന്നാണ്. സർക്കാർ സ്ഥാപനങ്ങളിലെ ബ്യൂറോക്രസിയും ഫയൽ നീക്കങ്ങളും പലപ്പോഴും പുതിയ ആശയങ്ങളെയും പരീക്ഷണങ്ങളെയും വൈകിപ്പിക്കാറുണ്ട് എന്നതും ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1980കളുടെ തുടക്കത്തിൽ നാസയും കൃത്യമായി ഇതേ പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നു. സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകൾ സജീവമായ കാലഘട്ടത്തിൽ അമേരിക്കയിലെ വൻകിട എയ്റോസ്പേസ് കോർപ്പറേറ്റുകളും പുതിയ സ്വകാര്യ കമ്പനികളും നാസയിലെ മിടുക്കരായ എഞ്ചിനീയർമാരെ ഉയർന്ന ശമ്പളം നൽകി സ്വന്തമാക്കാൻ തുടങ്ങി. നാസയിലെ പ്രതിഭകൾ കൂട്ടത്തോടെ സ്വകാര്യ മേഖലയിലേക്ക് ചേക്കേറി. നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ശാസ്ത്രജ്ഞരെ തളച്ചിടുന്നതിന് പകരം നാസ സ്വീകരിച്ചത് തികച്ചും വിപ്ലവാത്മകമായ മറ്റൊരു തന്ത്രമായിരുന്നു. കൊമേഴ്ഷ്യൽ സ്പേസ് ലോഞ്ച് ആക്ട് എന്ന നിയമം 1984 അമേരിക്ക പാസാക്കിയതോടെ ബഹിരാകാശ മേഖല പൂർണ്ണമായും ഗവൺമെന്റ് നിയന്ത്രിത എന്നതിൽ നിന്ന് സ്വകാര്യ പങ്കാളിത്തത്തിന് കൂടി വാതിൽ തുറക്കുന്നതായി മാറി. സ്വകാര്യ മേഖലയെ തങ്ങളുടെ എതിരാളികളായി കാണുന്നതിന് പകരം പങ്കാളികളാക്കാനാണ് നാസ തീരുമാനിച്ചത്. റോക്കറ്റുകളും സാറ്റലൈറ്റും നിർമ്മിക്കുന്ന ജോലി അവർ സ്വകാര്യ കമ്പനികൾക്ക് കരാറായി നൽകി. നാസ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും അവർക്ക് നാസയുടെ ലബോറട്ടറികളും വിക്ഷേപണ തറകളും വാടകയ്ക്ക് നൽകുകയും ചെയ്തു. നാസയ്ക്കുള്ളിൽ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഫണ്ടിങ്ങും അക്കാഡമിക് സ്വാതന്ത്ര്യവും നൽകി മികച്ച ഗവേഷകരെ അവർ നിലനിർത്തി. ഈ പരിഷ്കാരങ്ങളാണ് പിൽക്കാലത്ത് സ്പേസ് എക്സ്, ബോയിങ്, ബ്ലൂ ഓറിജിൻ തുടങ്ങിയ ഭീമൻ കമ്പനികളുടെ ഉദയത്തിനും അമേരിക്കയെ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ വിപണിയാക്കി നിലനിർത്തുന്നതിനും കാരണമായത്. നാസയുടെ മാതൃക പിന്തുടർന്ന് ISROയും ചില നിർണായക മാറ്റങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ടെന്ന അഭിപ്രായങ്ങളും ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. മുൻ ISRO ശാസ്ത്രജ്ഞരും ബഹിരാകാശ വിദഗ്ധരും പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 120 ശാസ്ത്രജ്ഞർ രാജിവെച്ച കാര്യം സർക്കാർ ചെറുതായി കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ISROയും സ്വകാര്യ ബഹിരാകാശ മേഖലയുമായി കൂടുതൽ ഫലപ്രദമായി സഹകരിക്കേണ്ട സൂചന കൂടിയാണ്.